ഗുഡ് ബൈ ആണ് ഇല്ലേ ശരിക്കട്ടെ. ആ കാല് മടക്കി വെക്കാം. ശരി മടക്കി വെക്കാനായിട്ട്. പിന്നെ പുറത്തു കൊണ്ടുവരണം. ഓട്ടിസം കുട്ടികളുടെ വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും അടച്ചു വെച്ച് ഒതുക്കിയിരിക്കും. അത് പറ്റില്ല. അവനെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ അവരിനെ അറിയിക്കണം. ചിലർക്ക് നാണക്കേടും കൂടിയാണ്. ചിലവർക്ക് നാണക്കേടാണ്. ഇവരിനെ കല്യാണം പോലും വിളിക്കില്ല. അപ്പൊ നമ്മളെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ബാക്കിയുള്ളതിനെ ആ കുട്ടീനെ കൊണ്ടുപോട്ടാ ഈ കുട്ടീനെ കൊണ്ടുപോട്ടാ പറയും. ഇവനെ വിളിക്കുക കൂടിയില്ല. മാനക്കേടാണ് അവർക്ക്. മോശമുള്ള കമന്റ് ഇടുക പറഞ്ഞാൽ അവനെ പൊട്ടാൻ തന്നെ പലവരും കമന്റിൽ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓട്ടിസം എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം. ഇവനെ പറഞ്ഞ ആരും അങ്ങനെ കളിയാക്കിയിട്ടൊന്നുമില്ല. ഇവനെ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇവനെ ഞങ്ങളിവിടെ രാജാവിനെ പോലെ തന്നെയാണ് ചെറുപ്പം മുതൽ ഇന്ന് വരെ ഇവനിക്ക് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഒരു സ്നേഹത്തിന്റെ കഥ തേടി വന്നതാണ്. ഒരു നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ കഥ. ഇതാണ് ഷിജാസ്, നമ്മുടെ സ്വന്തം ഷിജുക്കുട്ടൻ. ഓട്ടിസ്റ്റിക്കായ ഷിജു ഇന്ന് സ്വന്തമായി സമ്പാദിക്കുന്നുണ്ട്. ഞെട്ടണ്ട, ഷിജുക്കുട്ടനെ ഇതിനെല്ലാം പ്രാപ്തനാക്കിയത് ഈ മോന്റെ ഫാമിലി മാത്രമല്ല കേട്ടോ. ഒരു പ്രധാന പങ്ക് വഹിച്ചത് മോന്റെ മാമയായ ഈ കബീറിക്ക് കൂടിയാണ്. ഇന്ന് ഈ കറ കളഞ്ഞ സ്നേഹത്തിന്റെ കഥയാണ്. കണ്ണ് നനയാതെ നമുക്ക് ഈ സ്നേഹം കണ്ടിരിക്കാനാവില്ല എന്നതാണ് സത്യം. ഷിജുക്കുട്ടന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കും അറിയണ്ടേ? കണ്ടാലോ? ഇതാണ് ഞാൻ പറഞ്ഞ ഷിജുക്കുട്ടനും ഷിജുക്കുട്ടന്റെ മാമ കബീറിക്കയും. ഇക്ക നമസ്കാരം. സുഖായിരിക്കുന്നു? സുഖം തന്നെയാണ്. സുഖാണ്. ഷിജുക്കുട്ടനും സുഖായിരിക്കുന്നു. യൂട്യൂബ് സുഖാണ് ഷിജുക്കുട്ടന്. യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര തകർത്ത് പോവാണ്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറെ വ്യൂവേഴ്സ് ഒക്കെ അതിനകത്ത് ഇങ്ങനെ വന്ന് നിറഞ്ഞു. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫോളോവേഴ്സ് ആണ്. ഷിജുക്കുട്ടന്റെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ആളുകൾ വെയിറ്റിംഗ് ആണ്. അപ്പോ എങ്ങനെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഷിജുക്കുട്ടന് തുടങ്ങണം എന്നുള്ള രീതിയിൽ ഒരു തോട്ട് വന്നു തുടങ്ങിയേ? സിജാസ് ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും കടയിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോകുക പതിവാണ്. അപ്പോൾ ഇവൻ ഞങ്ങളൊക്കെ ഉറങ്ങിയാലും രാത്രി എങ്ങനെയൊക്കെ ഗേറ്റിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഇവൻ പുറത്തു പോയി അങ്ങനെ അവനെ പിടിച്ചിവിടെ ആളുകൾ കൊണ്ടുവരണം എന്നുള്ള ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിലൊരു കൈച്ചേനൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗേറ്റൊക്കെ അപ്പോഴും പൂട്ടിയിടും. പിന്നെ ഇവൻ കൈച്ചേൻ കടിച്ചു വലിച്ച് കളഞ്ഞിട്ട് ഇവൻ പോകും. അങ്ങനെ ആയപ്പോൾ പിന്നെ എല്ലാവരും കുറച്ച് ആളുകൾ അറിയണം എന്നുള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ടായിരുന്നു. അതിന് ഏക വഴി യൂട്യൂബിലൂടെ ഇവനെ അറിയിക്കുക പറഞ്ഞ് ഞങ്ങൾ വീഡിയോ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയിട്ട് 5 വർഷമായി. 5 വർഷമായാലും 500ഓളം വീഡിയോ ഇതുവരെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു 4 മാസങ്ങൾക്ക് അപ്പുറമാണ് ഈ വീഡിയോ പെട്ടെന്ന് കയറിയത്. അതുവരെ ഞങ്ങൾക്ക് 1000 പിന്നെ ഫോളോവേഴ്സ് ആയിട്ടില്ല. വാച്ച് അവർ 4000 തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ശേഷമാണ് പെട്ടെന്ന് അതിന് ലിങ്ക് ചെയ്തപ്പോൾ യൂട്യൂബിലേക്ക് ലിങ്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് കയറി. അങ്ങനെ ഒരു 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് 80,000 സബ്സ്ക്രൈബർമാർ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിജാസിന് വരുമാനവും വരാൻ തുടങ്ങി. സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉള്ള ആളാണ് സിജാസിന് $US ഇപ്പൊ സ്വന്തമായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം. പറഞ്ഞ ഇവനിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 10 രൂപ സമ്പാദിച്ചിട്ട് കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് അവനക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് അവനെ അറിയപ്പെടും. പുറത്തുപോയ എല്ലാവരും അറിയും. എല്ലാവർക്കും സ്നേഹമാണ്, അവനെ ബഹുമാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവനെ പറ്റി ഒരുപാട് മതിപ്പാണ് ഷിജുവിനെ പറ്റി. ഇപ്പം അവൻ ഓട്ടിസം ആയ ഒരു കുട്ടിയാണെങ്കിലും ഞങ്ങൾക്കതൊരു ഭാഗ്യമുള്ള ഒരു കുട്ടിയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അവൻ നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഇത്തരം കുട്ടികളെ എല്ലാവരും വെറുത്തിട്ട് മൂലയിൽ ഇരുത്തുക പതിവ്. പക്ഷെ ഞങ്ങൾ അവനെ ചേർത്ത് പിടിച്ചു, അവനക്ക് നല്ല പരിശീലനം കൊടുത്തു. അതുകൊണ്ട് അവനക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹബന്ധത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും ഒരു അമ്മാവനും മരുമകനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ അത് പെട്ടെന്ന് അതായത് യൂട്യൂബ് ചാനൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കാരണം ഒന്നല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. ഒരു മാമന്റെ സ്നേഹം അത് പറഞ്ഞ ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ ഉമ്മ 4 ആണ് 4 പെൺകുട്ടികളാണ്. ഞങ്ങൾ വലിയ കുടുംബമാണ്. അതിൽ മൂത്ത ആൺകുട്ടിയാണ് ഞാൻ ഇവരിനെയൊക്കെ വലിയ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തി വലുതാക്കി കല്യാണങ്ങളും ഓരോരോ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ എല്ലാവരുടെ കല്യാണം കഴിഞ്ഞ് ആൺകുട്ടികളുടെ എല്ലാവരുടെയും ജോലിയും കല്യാണങ്ങളെല്ലാം കഴിഞ്ഞ് നന്നായിരിക്കുന്ന കാലഘട്ടത്താണ് ഇവൻ്റെ ഒരു പ്രശ്നം അങ്ങനെ വയ്യാത്ത പ്രശ്നം വരുന്നത്. അപ്പോൾ എനിക്ക് ഇവരിൻ്റെ കൂടെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവൻ്റെ കൂടെ നിന്ന് ഇവനെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം എന്നുള്ള ഒരു ആവശ്യം അവിടെ വന്നു. അങ്ങനെ ഞാൻ ഇവൻ്റെ കൂടെ കൂടി. ഇവൻ്റെ കൂടെ കൂടാനും കാരണം
എനിക്ക് കുട്ടികളിൽ നിന്ന് അധികം ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ വടിയെടുത്ത് ഒരു 5-6 വയസ്സുണ്ടാകുമ്പോൾ ഉമ്മ ബാപ്പ എന്നൊക്കെ പറഞ്ഞ് തല്ലിച്ചിട്ട് പറയാൻ നോക്കി. പക്ഷെ ഇവനിക്ക് അതൊന്നും പറയാൻ കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെ ഇവനെ തല്ലിയിൽ സങ്കടം തോന്നി. അങ്ങനെ ഇവനെ സ്നേഹിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് സ്നേഹിക്കാൻ തുടങ്ങിയത്. പക്ഷെ എങ്കിലും അവർ ഒരു 10-12 വയസ്സ് വരെ അവർ തന്നെയാണ് വീട്ടിൽ വളർത്തിയതും. ഇവന് ട്യൂഷൻ കൊടുക്കലും ക്ലാസ് കൊടുക്കലും ബാംഗ്ലൂർ പോക്കും കോയമ്പത്തൂർ പോക്കും സ്പെഷ്യൽ സ്കൂളിൽ ചേർത്തലും ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 12 വയസ്സായി ഇവനൊരു ആകാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഇവനെ കിട്ടുള്ളൂ. ഇവൻ്റെ നിയന്ത്രണത്തിൽ കിട്ടുള്ളൂ. ഇവനക്ക് ഭയങ്കര വാശിയും ദേഷ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ സപ്പോർട്ടും സഹായവും കൂടി ഇവർക്ക് വേണ്ടി വന്നത്. പിന്നെ ഞാൻ കുറേശ്ശെ ഇവൻ്റെ കൂടെ അടുക്കലും പിന്നെ അവർ കുറേ പരിശീലനം ദിവസം ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കുറേ മടുപ്പുണ്ടാവും. ആർക്കാണെങ്കിലും ജീവിതത്തിൽ ഇത് ഒന്നും അതിൻ്റെ പുരോഗതി ഇവർക്ക് ഉണ്ടായില്ല. എന്താ പറഞ്ഞാൽ ഇവർക്ക് കുറേ ലക്ഷങ്ങൾ പ്രാവശ്യം പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം ഒരു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് മാറ്റം വരും. ലക്ഷക്കണക്കിന് പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇവരിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാകുക. അങ്ങനെയാകുമ്പോൾ ഇവർക്ക് സ്വയം വെറുക്കുന്ന സമയത്ത് ഞാൻ അതിനെ പിടിച്ച് ആ ഭാഗം ബാക്കി ഞാൻ കവർ ചെയ്ത് പോകും. അങ്ങനെ എനിക്ക് ക്ഷീണം വരുമ്പോൾ പിന്നെ അവൻ്റെ ഉമ്മയും ബാക്കിയുള്ളവരും കവർ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടാണ് ഇവനിക്ക് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇവൻ്റെ കൂടെ കൊണ്ട് നടത്തും. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിലും വീട്ടിൽ പണിയെടുക്കുകയാണെങ്കിലും അടിക്കുകയാണെങ്കിലും തുടയ്ക്കുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇവനെ അതിൽ ഉൾക്കൊള്ളിച്ച് ചേർക്കും. സാധാരണ ഒരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള ഒരു കുട്ടീനെ സാധാരണ മിക്കപ്പോഴും മാറ്റി നിർത്തുകയാണ് പതിവ്. അവരൊരു സ്പെഷ്യൽ ചൈൽഡ് ആയിട്ട് കണക്കാക്കാണ്. ഞാനിവിടെ വന്നപ്പോ കണ്ടതെന്ന് വെച്ചാൽ എല്ലാവരുടെ ഇടയിലും ഷിജുക്കുട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോ ആ ഒരു ട്രെയിനിങ്ങും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള പാരന്റ്സും കണ്ടുപഠിക്കേണ്ടതാണ്. ഈ കുട്ടികളിനെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വിട്ടു, സ്പെഷ്യൽ സ്കൂളിലാണ് ഗവൺമെൻറ് സ്കൂളിലാണ് എവിടെയാണെങ്കിലും വിട്ട് കഴിഞ്ഞാലും നമ്മ വീട്ടിൽ വന്നാൽ അവർ പഠിപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇരുത്താൻ പറ്റില്ല. നമ്മ കൂടെ കൂട്ടി അച്ഛനും അമ്മയാ വീട്ടിലുള്ളത് അംഗങ്ങൾ പറഞ്ഞാൽ അവർ കൂടെ കൂട്ടി പിന്നെ നിർബന്ധമായി നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തണം. എന്തൊക്കെ ഉണ്ടോ അതിൽ നമ്മ അച്ഛനമ്മമാർ കുറച്ച് ജാഗ്രത ഇരുന്ന് ഇവൻ്റെ കൂടെ നല്ല നമ്മുടെ കൂടെ ചേർത്തിക്കൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓട്ടിസം ഉള്ള കുട്ടികളെ നന്നായി നമുക്ക് മാറ്റിയെടുത്ത് ഒരു സാധാരണ മനുഷ്യന്മാരിനെ ആക്കാനൊന്നും കഴിയുന്ന നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഷിജാസിന് ഇത്ര കാലം വരെ സംസാരിക്കാനൊന്നും അറിയില്ല. അവൻ ഉമ്മ ബാപ്പ എന്നൊന്നും അങ്ങനെ പറയാൻ അറിയില്ല. ഇപ്പം അവനക്ക് സംസാരിക്കുന്നതിലൊക്കെ വ്യക്തത വരാൻ തുടങ്ങി. അവനൊരു 2-3 വർഷം കൊണ്ട് നന്നായി സംസാരിക്കുന്നതാണ് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്രയും പുരോഗതി അവരിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ സ്പീച്ച് തെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിന് പ്രത്യേക ഒരു സ്പെഷ്യലിസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇതിന് നമ്മൾക്ക് ഗ്രൂപ്പുകളുണ്ട്. അമേരിക്കയിൽ നിന്ന് ഒരു മാം ഉണ്ട്, അവരൊക്കെ നമുക്ക് ട്രെയിനിങ് തരും. അവരൊക്കെ സൗജന്യമായിട്ട് ഈ ഗ്രൂപ്പിലൂടെ സൗജന്യ സേവനം നടത്തുന്നവരാണ്. അവർ കേരളത്തുകാരാണ്, അവർ അവിടെ ജോലി ചെയ്യുന്നവരാണ്. അവരൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ള എന്താവശ്യം ഏത് സമയത്ത് ചോദിച്ചാലും അവർ നമുക്ക് മറുപടി പറഞ്ഞു തരും. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ്. പിന്നെ കുറേ ഇതിൽ പരിചയസമ്പന്നരായ ഒരുപാട് അച്ഛനമ്മമാരുണ്ട്, അവരൊക്കെ നമ്മൾക്ക് സംശയങ്ങൾ തീർത്തു തരും. അപ്പോൾ അവൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. സിജുവിനെ വെറുതെ ഇരുത്തുന്ന പരിപാടിയേ ഇല്ല. എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ പല പരിശീലനങ്ങളും അവനിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലാവുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കണ്ടന്റ് ഇട്ടാലും അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോ ഞാനൊരു മീൻ കൊണ്ടുപോകുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ചില ആളുകൾ വന്നിട്ട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഓവറായിട്ട് കാണിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന് ഇപ്പൊ ഇത്ര ഒരു വിവരമില്ലാത്ത ആളുകളാണോ ഇതൊക്കെ കാണുന്നതെന്നുള്ള രീതി അത് പറഞ്ഞാൽ ഈ ഓട്ടിസം കുട്ടികൾ എന്താണെന്നുള്ളതും ഓട്ടിസം എന്താണെന്നുള്ളതും എല്ലാ ജനങ്ങളും അറിഞ്ഞിട്ടില്ല. എല്ലാ ജനങ്ങളും ഓട്ടിസം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതിനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഈ ചാനലും തുടങ്ങിയിരിക്കുന്നത്. ഈ ഷിജാസിൻ്റെ വീഡിയോയിൽ ഷിജാസ് ഓട്ടിസം എന്നാണ് പേര്. അതെന്താ ഓട്ടിസം എന്ന് ഇട്ടിരിക്കണം, അവൻ സാധാ കുട്ടിയല്ല, അത് മാറ്റിക്കൂടെ ചോദിക്കും. അതൊരു മാർക്കറ്റിംഗിനാണെന്നുള്ള രീതിയിലൊക്കെ അതെ ഇവനെ വെച്ച് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പല മോശം കമൻറ്റുകളൊക്കെ ചോദിക്കാറുണ്ട്. ചെറിയ ശതമാനമാണ്, അതിന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എങ്കിലും ഷിജാസ് ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം അവൻ തടി കൂടുതലാണ്, എക്സസൈസ് എടുപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അവനെയൊക്കെ ദിവസം എക്സസൈസ് എടുപ്പിക്കുന്നുണ്ട്.
പക്ഷെ അവൻ കയ്യിൽ കടിക്കും. കുറേ ആളുകൾ എന്താ അവൻ്റെ കയ്യിൽ കടിപ്പിച്ചിട്ട് അങ്ങനത്തെ പണിയും ചെയ്യണ്ട പറയും. പക്ഷെ അപ്പോൾ അവരിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. അവനക്ക് എന്താ വ്യത്യാസം വേണ്ടത് അത് നമ്മൾക്ക് ഒരു ധാരണയുണ്ട്, അതിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. മോശമുള്ള കമൻ്റ് ഇടുക പറഞ്ഞാൽ അവനെ പൊട്ടാൻ തന്നെ പലവരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓട്ടിസം എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കുക. എല്ലാവർക്കും ഓട്ടിസം എന്താണെന്ന് അറിയില്ലല്ലോ. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഇനി ഒരു ഓട്ടിസം കുട്ടി പറക്കുമ്പോഴായിരിക്കും അവർ അറിയുക ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ. നമ്മൾക്കും ഓട്ടിസം എന്താണെന്നൊന്നും പണ്ട് അറിയില്ല. ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചപ്പോഴാണ് നമ്മൾക്ക് അതിനെ പറ്റിയും ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദനകളെ പറ്റിയും അതിൻ്റെ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ അറിയുന്നത്. സാധാരണ ഒരു വൈകല്യമുള്ള കുട്ടികളുടെ മാതിരിയല്ല ഓട്ടിസം കുട്ടികൾ. അവർക്ക് എല്ലാവരെയും വെച്ച് വളരെ വ്യത്യസ്തമാണ് അവരെ കൈകാര്യം ചെയ്യാൻ, വളരെ കഷ്ടമാണ്. അതിൽ സംസാരിക്കുന്നവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്. ഈ സംസാരിക്കാത്തവരിനെയാണ് ഒരുപാട് കഷ്ടം. അവർക്ക് ആശയവിനിമയം നടത്താൻ കഴിയില്ല, അതിൻ്റെ കാര്യം എന്താണെന്നും പറയാൻ അവർക്ക് അറിയില്ല. പിന്നെ ബാഡ് കമാൻഡ് മൊത്തത്തിൽ എല്ലാത്തിലും ഉണ്ടാവും. സിജുവിനെ സംബന്ധിച്ചോളം അത് വളരെ കുറവാണ്. അത് അറിയാത്തവർ പറയുന്നതായിട്ട് നമ്മതിന് കണക്കാക്കുള്ളൂ. ഇപ്പോ വീഡിയോയില് നമ്മൾ ഇടക്കിടക്ക് കാണുന്നുണ്ട് ഷിജുക്കുട്ടാന്ന് വിളിക്കുമ്പോ വരെ ഭയങ്കര സ്നേഹമാണ് കബീർക്കൊക്കെ. ആ ഒരു വിളി, നിങ്ങളുടെ ആ ഒരു വീഡിയോ എനിക്ക് അറിയില്ല അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഒന്ന് ഷിജുക്കുട്ടാന്നൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന്, ഷിജുക്കുട്ടാ നമ്മളിപ്പോ എന്താ ചെയ്യണത്, വീഡിയോ ചെയ്യ, ഷിജുവിന് ഇഷ്ടമല്ലേ, ആവറ. പിന്നെ ഷിജുക്കുട്ടനെ എല്ലാവരും ഇങ്ങനെ മോശം ആളുകളെ പറയാറുള്ളൂ, അതിന് നമ്മ കണക്കാക്കാറില്ല. ഇപ്പോ സോഷ്യൽ മീഡിയ കബീർക്കൊക്കെ തന്നെയാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ അത് വെച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട് ഷിജുവിനെ വെച്ചിട്ട് ആ കുട്ടീനെ വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെയുള്ള ആളുകളോട് കബീർക്കൊക്കെ എന്താ പറയാനുള്ളത്? ഷിജുവിനെ വെച്ച് പൈസ ഉണ്ടാക്കുക പറഞ്ഞാൽ എനിക്ക് ജീവിക്കാനുള്ള പൈസയൊക്കെ ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് മരിക്കുന്ന വരെ നിലനിർത്തി തന്നാൽ മതി. പിന്നെ പിന്നെ സിജാസിൻ്റെ അച്ഛനമ്മയ്ക്ക് ജീവിക്കേണ്ട പൈസ അവർക്ക് തൊഴിൽ ചെയ്യുന്നുണ്ട്. സിജാസ് ഇപ്പോൾ 22 വയസ്സായി. അവനിക്ക് സമ്പാദിക്കേണ്ട പ്രായമാണ്. അവൻ്റെ പ്രായത്തിൽ അവൻ ഇപ്പോൾ സമ്പാദ്യം തുടങ്ങി. അത് എല്ലാ യുവാക്കൾക്കും ആവശ്യമുള്ള കാര്യമാണ്. ഇതിനൊന്നും ആരും കണ്ണു കടിച്ചിട്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. രാജ്യത്തിൽ എല്ലാവർക്കും മാന്യമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ രീതിയിലാണ് സിജാസും പൈസ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ സിജാസിനെ ഓട്ടിസം എന്നുള്ള രീതിയിൽ പൈസ ഉണ്ടാക്കാനോ സമ്പാദിപ്പിക്കാനോ പഠിപ്പിക്കണതല്ല. അവനിക്ക് പരിശീലനം കൊടുക്കലാണ് ഞങ്ങൾ. സമ്പാദിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയാണെങ്കിൽ ഞങ്ങൾ 5 വർഷമായി തുടങ്ങിയിട്ട്. ഞങ്ങൾക്കിപ്പോൾ ഈ ഫസ്റ്റ് പൈസ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ, ആദ്യത്തെ പൈസ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ അവനെ വെച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയാണെങ്കിൽ ഞങ്ങൾ പണ്ടേ നിർത്തിപ്പോയിട്ടുണ്ടാവും. 500 ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, 500 വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് നിങ്ങളിപ്പോ പറയുന്നത് കേട്ടപ്പോഴേക്കും ശരിക്കും പറഞ്ഞ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആയിട്ട് ഇപ്പോഴും ഞങ്ങൾ ഷിജാസിനെ സ്പെഷ്യൽ ചൈൽഡ് ആയിട്ട് ഒരു മൂലയിൽ ഇരുത്തേണ്ട ഒരു കുട്ടിയായിട്ട് കണ്ടിട്ടില്ല. അവൻ ഒരു ഞങ്ങളെ സാധാരണ ഒരു അംഗത്തിനെയും വെച്ച് കൂടുതൽ സ്നേഹത്തോടുകൂടി ഞങ്ങൾ എല്ലാവരെയും വളർത്തുന്നത്, അവൻ എല്ലാവരുടെയും കൊണ്ടുപോകുന്നതും. അവന് ഈ യൂട്യൂബിലൂടെ ഇനി വരുമാനം ഉണ്ടാക്കണം. അവന് ഇനി അവന് സ്വന്തമായിട്ട് എന്തെങ്കിലും ഞങ്ങൾ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇനി അടുത്ത് തന്നെ അവന്റെ പേരിൽ. അവൻ സമ്പാദിക്കട്ടെ. എന്താ ആർക്കും രാജ്യത്ത് സമ്പാദിക്കാൻ പറ്റില്ല എന്ന് ആർക്കും നിയമങ്ങളൊന്നും ഇല്ലല്ലോ. മാന്യമായ രീതിയിലൂടെ ആർക്ക് വേണമെങ്കിലും പണം ഉണ്ടാക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഒരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളുടെ അച്ഛനും അമ്മമാരും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വിഷമിച്ച് അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളും പേറി നടക്കാറാണ് മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവരെ പുറത്തു കൊണ്ടുവരണം. ഓട്ടിസം കുട്ടികളുടെ വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും അടച്ചു വെച്ച് ഒതുക്കിയിരിക്കും. അത് പറ്റില്ല. അവനെ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ അവരിനെ അറിയിക്കണം. ചിലർക്ക് നാണക്കേടും കൂടിയാണ്. ചിലവർക്ക് നാണക്കേടാണ്. ഇവരിനെ കല്യാണം പോലും വിളിക്കില്ല. അപ്പൊ നമ്മളെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ബാക്കിയുള്ളതിനെ ആ കുട്ടീനെ കൊണ്ടുപോട്ടാ ഈ കുട്ടീനെ കൊണ്ടുപോട്ടാ പറയും. ഇവരിനെ വിളിക്കുക കൂടിയില്ല. മാനക്കേടാണ് അവർക്ക്. ഒരു ബന്ധുക്കൾക്ക് തന്നെ മാനക്കേടാണ്. അങ്ങനെ തള്ളിയവരാണ്. പക്ഷെ ഇന്നൊക്കെ സിജുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു അവനെ. ഇതാണ് ഷിജാസിന്റെ ഉമ്മ. ഉമ്മയുടെ പേര്? എന്റെ പേര് ഉമ്മൈബ എന്നാണ്. വീട്ടിലൊക്കെ എന്നെ റഫീന എന്നാണ് വിളിക്കുക. ഇപ്പൊ ഷിജാസിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുക്കിംഗ് വീഡിയോസ് ഒക്കെ. അപ്പൊ ഉമ്മ എന്താ ഫീൽ ചെയ്യണ ഇപ്പൊ? ഇവനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു കാര്യം. ഈ നിലയ്ക്ക് എത്തുന്ന ഞാന് സ്വപ്നത്ത് പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇവന്റെ മാമ ചിന്തിച്ചിട്ടുണ്ട്. ഇവന്റെ ചെറുപ്പത്തില് പറയും, ഇവനെ എല്ലാവരും അറിയും,
പേരെടുക്കും, അമേരിക്കൻ പണം സമ്പാദിക്കും ഇവര് എന്ന് പറയും, അമ്മേ പറയും. അപ്പൊ ഞാനിത് കളിയാക്കണോ പറയണോ അല്ലെങ്കിൽ വെറുതെ അവനെ സ്നേഹം കൊണ്ട് പൊക്കി പറയണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ തന്നെ പറയാ. ആ ചെറുപ്പം മുതൽ ലാസ്റ്റ് വരെ മാമ ഇങ്ങനെ തന്നെയാ പറയാ. പക്ഷെ ഇത് ഇത്ര സത്യത്തിലേക്ക് വരുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവനെ വളർത്തുന്ന ഓരോ ഘട്ടത്തിലും ഇവനിക്ക് ഭയങ്കര ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ എനിക്ക് മരിക്കാനടക്കം തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇക്കാലത്ത് പറയും എനിക്ക് ജീവിതം വെറുത്തു എന്നൊക്കെ പറയും. അപ്പൊ ഇക്ക പറയും നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, എൻ്റെ മരണം വരെ ഞാൻ നിനക്കുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒപ്പം ഇന്ന് വരെ കൂടെയുണ്ട്. ഇവനെ ഈ നിലയ്ക്ക് എത്തിച്ചതും അവന്റെ മാമ തന്നെയാണ്. ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു ബോണ്ട് അതൊരു സ്പെഷ്യൽ ബോണ്ടാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ കബീർക്കയോട് ചോദിച്ച ചോദ്യം തന്നെ ഞാൻ ഉമ്മയോട് ചോദിക്കുകയാണ്. സാധാരണ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളെക്കാട്ടിലും ഭയങ്കര വ്യത്യസ്തനാണ് ഷിജാസ്. അപ്പോൾ നിങ്ങൾ ആരും ആ ഒരു മാറ്റി നിർത്തലൊന്നും അങ്ങനെ കാണുന്നേ ഇല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് തന്നെയാണ്. സാധാരണ ഗവൺമെന്റ് സ്കൂളുകളിലോ ഒന്നും ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികളെ ഒന്നും അങ്ങനെ കാണാറില്ല. ഒരു സ്പെഷ്യൽ ചൈൽഡായിട്ട് അവരുടേതായിട്ടുള്ള ഒരു സ്കൂളുകളിൽ കൊണ്ടാക്കുകയാണ് പതിവ്. അപ്പോൾ ഉമ്മയ്ക്ക് അങ്ങനെയുള്ള ഒരു രീതിയോട് താല്പര്യമുണ്ടോ? അതോ ഇല്ല, ഇവനെ ഡോക്ടറെ സ്പെഷ്യൽ സ്കൂൾ വിടണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്ന് നോർമൽ സ്കൂൾ വിടാൻ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ നോർമൽ സ്കൂളിൽ ഇവനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ സ്കൂൾ എന്നിട്ട് ഞങ്ങളുടെ താല്പര്യത്തിൽ ഞങ്ങൾ വിട്ടു. നല്ല മാറ്റം തന്നെ കുട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ നോർമൽ സ്കൂളിനെ ഞങ്ങൾ വിട്ടിട്ട് സ്പെഷ്യൽ സ്കൂളിൽ മാത്രമാക്കിയപ്പോൾ അവനിക്കൊരു മറ്റു കുട്ടികളായിട്ടുള്ളൊരു ഇടപഴക്കമൊന്നും ഇല്ലാണ്ടായപ്പോൾ അതിൻ്റെ ഒരു കുറവൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ വീട്ടിൽ നല്ല ട്രെയിനിങ് കൊടുക്കും. അതുപോലെ സ്പീച്ച് തെറാപ്പി ട്രെയിനിങ് ഒക്കെ അമ്മയ്ക്ക് തരുന്ന ട്രെയിനിങ് അല്ലെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഡോക്ടർ അനീഷ് ബാബുവാണ്, തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിലെ. ഇവനെയല്ല പഠിപ്പിച്ചത്, എന്നെയാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ പഠിപ്പിക്കണം പറഞ്ഞിട്ട് എനിക്ക് ട്രെയിനിങ് തരും. അത് ഇവനെന്നാ അത് പഠിക്കണോ, അത് ഒരാഴ്ച ആയിക്കോട്ടെ, 10 ദിവസം ആയിക്കോട്ടെ, 1 മാസം ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാറ്. അപ്പൊ എനിക്ക് ഇവനെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവനെ നോർമൽ സ്കൂളിൽ അയച്ചു വിടുക, അമ്മയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്പീച്ച് സെന്ററിൽ പോകുക, എന്നിട്ട് ഇവരിനെ വീട്ടിൽ എല്ലാ ജോലികളും പണികളും ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുക. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവരെ പ്രാപ്തരാക്കാൻ നമ്മൾ അവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഇവരിനെ നമ്മൾക്ക് നോർമൽ മനുഷ്യരാക്കാൻ പറ്റിയില്ലെങ്കിലും ഇവന്റെ കാര്യങ്ങൾ ചെയ്യാനും പറയാനും പ്രാപ്തരാകും. ഇവനെ നോക്കണവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇവർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മരിക്കാൻ വരെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു സാഹചര്യം. അപ്പോ അങ്ങനെ ഒരു വേദനിപ്പിക്കുന്ന ഒരു നിമിഷം എന്തെങ്കിലും ഉമ്മയുടെ മനസ്സിലോ ഓർമ്മയുണ്ടോ? അതായത് എന്തെങ്കിലും ഒരു ഷിജാസ് ഇവനെ പറഞ്ഞ ആരും അങ്ങനെ കളിയാക്കിയിട്ടൊന്നുമില്ല. ഇവനെ അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇവനെ ഞങ്ങളിവിടെ രാജാവിനെ പോലെ തന്നെയാണ് ചെറുപ്പം മുതൽ ഇന്ന് വരെ ഇവനിക്ക് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് എൻ്റെ കുടുംബക്കാരും അങ്ങനെ തന്നെയാണ് ഇവനെ ഗവനിച്ചിരിക്കുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വാക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകും. പിന്നെ ഞാൻ ചില സമയങ്ങളിലൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറും. എനിക്ക് ചില സമയങ്ങളിൽ അസുഖം വന്നാൽ പറയാനും എനിക്ക് അറിയില്ല. അപ്പോൾ ഇവന് ഭയങ്കര വാശിയായിരിക്കും പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത്. അപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോകാനൊക്കെ മടിക്കുമ്പം അവനെ മാമൻ ചീത്ത പറയും. നീ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീയല്ലേ അവനെ ലോകം കാണിച്ചു കൊടുക്കണ്ട്, നീ ഇല്ലാതിരുന്ന പിന്നെ അവനക്ക് ആര് ലോകം കാണിച്ചു കൊടുക്കും? നടക്ക് വേണ്ടിട്ട് എന്നെ അങ്ങനെ കൂട്ടിയിട്ട് പോകും. അത് അവിടെ വാശി പിടിച്ചോട്ടെ, ദേഷ്യം എന്ത് വേണം കാണിച്ചോട്ടെ, ജനങ്ങൾ കണ്ടോട്ടെ, അതിനൊന്നും ഒരു മാനക്കേടും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ അവനെ ഞങ്ങൾ എല്ലാവിടേക്കും കൊണ്ട് ഇപ്പൊ കൈയൊക്കെ കടിക്കുക, അങ്ങനെയുള്ള ദേഹത്ത് ഇങ്ങനെ ഉപദ്രവമൊക്കെ സ്വയം ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കാണുമ്പോൾ വരുന്ന വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും. അതൊക്കെ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു ഘട്ടങ്ങളിലൊക്കെ ഓവർകം ചെയ്തത്? ആദ്യമൊക്കെ ഇതൊക്കെ നമുക്ക് അറിയില്ല. എന്നെ 18 വയസ്സിലെ കല്യാണം കഴിച്ചു കൊടുത്തു. ഞാന് ലോകം നേരെ കണ്ടിട്ടില്ല. വീട്ടിലെ വളർന്ന ഒരു നാട്ടിൻപുറത്തുകാരിയാണ്. പക്ഷെ ഈ ഷിജാസ് ഇങ്ങനെ ജീവിതത്തിൽ ഇവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ വേദനകള്, ഇവനെ വളർത്തണങ്ങ പല ഘട്ടങ്ങളുണ്ട്. ഇവർക്ക് ഭയങ്കര ദേഷ്യ സ്വഭാവം, പലതരം സ്വഭാവമാണ് ഇവർക്ക്.
അതൊക്കെ നമുക്ക് സഹകരിച്ച് മാനേജ് ചെയ്യാൻ ഭയങ്കര കഷ്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരിട്ട് നമുക്ക് നല്ല കരുത്തായി. ഇപ്പൊ എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല. അതെ, എത്ര പ്രശ്നം എന്ത് വേദന ഉണ്ടെങ്കിലും നമുക്ക് അത് നേരിടാനുള്ളൊരു ശക്തി ധൈര്യം നമുക്ക് ഉണ്ട്. അത് ഇവൻ നിന്ന് കിട്ടിയതാണ്. ഇപ്പൊ ഓട്ടിസം ബാധിച്ചിട്ടുള്ള കുട്ടികൾ നമ്മുടെ ചുറ്റിലും ഒരുപാടുണ്ട്. അപ്പോ അവരോടടുത്ത് അവരുടെ പാരന്റ്സിന്റെ അടുത്ത് ഉമ്മക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെയുള്ള കുട്ടികളെ എല്ലാവിടേക്കും കൊണ്ടുപോകണം. അവരെ നോർമൽ സ്കൂളിൽ വിടുക. അമ്മയ്ക്ക് ട്രെയിനിങ് തരുന്ന സ്പീച്ച് തെറാപ്പി അവിടെ കൊണ്ട് വിടുക, അല്ലെങ്കിൽ അവിടെ വിടാതിരിക്കുക. അപ്പം നമുക്ക് വീട്ടിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. സ്കൂളിൽ നോർമൽ സ്കൂളിൽ വിടുക. അപ്പോൾ വീട്ടിൽ നല്ല മാറ്റം കിട്ടും. എല്ലാവിടേക്കും കൊണ്ടുപോകുക. കല്യാണങ്ങളായാലും ഷോപ്പിംഗ് മാളായാലും വേലയും പൂരും എല്ലാവിടേക്കും കൊണ്ടുപോകുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. വീട്ടിലെ എല്ലാ പണികളും അവരിനെ കൊണ്ടും ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഷിജാസ് സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാന്ന് പറയാ, അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെ അല്ലേ? അതെ, ഇത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനും കഴിയുന്നില്ല. വിശ്വസിക്കാൻ എനിക്ക് പറ്റണില്ല. ഇതൊക്കെ സത്യമാണോന്ന് തോന്നി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് നല്ല കുട്ടിയല്ലേ. നാണോ ഞങ്ങക്ക് അവിടെ ഇരുന്നായിരുന്നു. ഗുഡ് ബൈ ആണ് ഇല്ലേ ശരിക്കട്ടെ? കാല് മടക്കി വെക്കാം. ശരി, മടക്കി വെക്കാനായിട്ട് ഒന്നും കുടിച്ചോ? ശരിയായിട്ടാ. നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കണ്ടെന്നൊക്കെ. ഗുഡ് ബൈ ആണ് അല്ലേ? രാജാവാണ് അവൻ. രാജാവാണ് അവിടുത്തെ. അവൻ മുന്നേ രാജാവാണ്. അവിടുത്തെ രാജാവ്. തുടച്ചു. അപ്പൊ നമുക്ക് അത്രയേറെ സന്തോഷത്തിലാണ്. ഇവിടെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരു എന്താ പറയാ, ഭയങ്കര പോസിറ്റീവ് വൈബാണ്. നമ്മളിത് ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ് ഇല്ലേ, അത് തന്നെ നമുക്ക് ഇവിടെ വന്നാലും കിട്ടും. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക ഷിജുക്കുട്ടൻ. ഇനി ഒരുപാട് സമ്പാദിക്കട്ടെ. ഒരുപാട് വീഡിയോസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇനി മില്യൺസ് വ്യൂസ് ഒക്കെ വരട്ടെ അല്ലേ ഷിജുക്കുട്ട? ഓക്കെ, താങ്ക് യു.